ഇന്നെന്താ വല്ല അവധി ദിവസമാണോ? തുടരുമെന്ന സിനിമയുടെ ആദ്യ തിങ്കളാഴ്ച നോക്കുമ്പോഴാണ് ഓരോ പ്രേക്ഷകനും ഇങ്ങനെ അത്ഭുതപ്പെടുന്നത്. കാരണം ഇത്രയും മാത്രം ജനങ്ങൾ അവരുടെ വർക്കൊക്കെ മാറ്റിവെച്ച് തുടരുമെന്ന സിനിമ കാണാൻ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ ആദ്യത്തെ മൺഡേ 0 ഡ്രോപ്പാണ് തുടരുമെന്ന സിനിമയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. കാരണം ഒന്ന് താന്നിട്ട് പോലുമില്ല അതിന്റെ എക്സ്ട്രീം ലെവലിൽ നിന്ന്. എന്തായാലും ഈ ചിത്രം ആദ്യ വീക്കെൻഡ് കഴിയുമ്പോൾ അതിന്റെ ആദ്യ തിങ്കളാഴ്ചത്തേക്ക് വർക്കിംഗ് ഡേയിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ഡ്രോപ്പ് ഒക്കെ കാണുമല്ലോ. ഒരു ചെറിയ ആൾക്കാരുടെ കുറവ് എന്തായാലും പ്രതീക്ഷിക്കാം. എന്നാൽ ഇവിടെ ഒരു കുറവുമില്ല, കൂടുകയാണ്. അതുപോലത്തെ റിപ്പോർട്ടാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ 12 മണിക്ക് ബസ് പിടിച്ച് ആൾക്കാർ വന്ന് കാണുന്ന വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഇൻസെയിൻ റിസപ്ഷൻ ആണ് ഈ തുടരുമെന്ന ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസം പോലും ഇതിനും മേലുള്ള രീതിയിലുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ബുധനാഴ്ചത്തെ അഡ്വാൻസ് പോലും 1.1 കോടി മറികടന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി ഇപ്പോഴേ വരികയാണ്. കാരണം ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥ. അപ്പോൾ അടുത്തടുത്ത ദിവസങ്ങളിലേക്ക് ബുക്ക് ചെയ്യേണ്ടി വരുമല്ലോ. അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പോൾ ട്രാക്കർമാർ പറയുന്നത്. ട്രാക്കർമാർക്ക് വലിയ പണി തന്നെയാണ്. കാരണം അതുപോലത്തെ കളക്ഷൻ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് ബസ്റ്റർ എന്തായാലും ഉറപ്പിച്ചു. 75 കോടിയൊക്കെ മറികടന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. നമുക്കെല്ലാ കണക്കുകളിലേക്കും ഒന്ന് പോയി തന്നെ നോക്കാം. അപ്പോഴാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന മാർക്കറ്റ് നമ്മൾ നോക്കുന്നത്. സാധാരണ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ പടങ്ങൾ കയറി കൊളുത്തുന്നത് അത് വല്ലപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ തുടരുമെന്ന ചിത്രത്തിന് അത് സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ഓപ്പണിംഗ് വീക്കെൻഡിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 6.5 കോടിയാണ് തുടരുമെന്ന ചിത്രം നേടിയിരിക്കുന്നത്. സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഒറിജിനൽ ലാംഗ്വേജ് ഓപ്പണർ എന്ന് തന്നെയാണ് തുടരുമെന്ന ചിത്രത്തെ വിശേഷിപ്പിക്കുന്നത് എമ്പുരാന് ശേഷം. കൂടാതെ ലേറ്റ് നൈറ്റ് ഷോയിലാണ് ഏറ്റവും മികച്ച പ്രകടനം തുടരുമെന്ന ചിത്രം കാണിച്ചു വെക്കുന്നത് എന്ന് പറയുമ്പോൾ കാരണം എക്സ്ട്രാ ലേറ്റ് നൈറ്റ് ഷോകൾ തുടരുമെന്ന ചിത്രത്തിന് വരുന്നു എന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം തുടരുമെന്ന ചിത്രത്തിന് 340 എക്സ്ട്രാ ലേറ്റ് നൈറ്റ് ഷോകളുടെ റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. ആദ്യ ദിവസം 272 ലേറ്റ് നൈറ്റ് ഷോകളും, രണ്ടാം ദിവസം 333 ലേറ്റ് നൈറ്റ് ഷോകളും, മൂന്നാം ദിവസം 340 ലേറ്റ് നൈറ്റ് ഷോകളുമാണ് നടന്നിരിക്കുന്നത്. ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നു. ടിക്കറ്റ് ഡിമാൻഡ് വർദ്ധിക്കുന്നു. ടിക്കറ്റ് കിട്ടാൻ പോലുമില്ല. അപ്പോൾ ഒരു കാര്യം എടുത്തു പറയണം, മോഹൻലാൽ ആവാൻ കഴിയുക അത്ര ഈസി അല്ല. ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടന്മാരെ പ്രൊഡ്യൂസ് ചെയ്ത ഇൻഡസ്ട്രിയാണ് മലയാളം. പക്ഷേ മോഹൻലാലിനെ സ്ക്രീനിൽ നിന്ന് പ്രേക്ഷകരുമായി കണക്ട് ചെയ്യാൻ കഴിയുന്ന പോലെ മറ്റൊരു അഭിനേതാവിനും കഴിയില്ല. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് തുടരും സിനിമ തന്നെ എടുക്കാം. അതിലെ ഷൺമുഖനെ മുൻനിർത്തി തന്നെ മുകളിൽ പറഞ്ഞ കാര്യം സംസാരിക്കാം. തുടരും സിനിമയുടെ കോർ അതിന്റെ ആദ്യ പകുതിയാണ്. ആദ്യ പകുതിയുടെ മികവ് കൊണ്ടാണ് രണ്ടാം പകുതിയിൽ നമുക്ക് ഇമോഷണൽ കണക്ഷൻ അനുഭവപ്പെടുന്നത്. ഫസ്റ്റ് ഹാഫിൽ കാണുന്ന ആദ്യ 30 മിനിറ്റിൽ ഷൺമുഖവും കുടുംബവും അത്രയ്ക്ക് നമുക്ക് വേണ്ടപ്പെട്ടവർ ആകുന്നുണ്ട്. അതിന് കാരണം മോഹൻലാൽ എന്ന അഭിനേതാവിന്റെ മികവാണ്. അയാൾക്ക് ഷൺമുഖൻ നമുക്കിടയിലെ ഒരാളാണെന്ന് തോന്നിപ്പിക്കാനുള്ള അഭിനയ മികവാണ്. വളരെ ഈസിയായി തോന്നുന്ന രംഗങ്ങൾ സ്വാഭാവികമായി മോഹൻലാൽ ഷൺമുഖനിലൂടെ പകർന്നാടുന്നു. സ്വന്തം മകനോട് ഫോണിലൂടെ സോറി പറയുന്ന ഒരു രംഗം നമുക്കെടുക്കാം. അതിലെ തന്മയത്വം, സ്വാഭാവികത ഒക്കെ കാണുമ്പോൾ തോന്നുന്ന ഭംഗിയോടൊപ്പം ഏതൊരു പ്രേക്ഷകനും ഉള്ളിലെവിടെയോ വല്ലാത്തൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഷൺമുഖനോട് തോന്നും. അങ്ങനെ എടുത്തു പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്തരത്തിൽ വളരെ ചെറിയ സമയം കൊണ്ട് ഷൺമുഖൻ നമുക്ക് വേണ്ടപ്പെട്ടവനോ പ്രിയപ്പെട്ടവനോ ആയി മാറും. തുടർന്ന് അയാൾക്ക് ഒരു പ്രശ്നം വന്നാൽ അത് നമ്മുടേതായി മാറും. അതുതന്നെയാണ് തുടരും സിനിമയിൽ സംഭവിച്ചത്. മറ്റൊരു അഭിനേതാവിനും മലയാളത്തിൽ അത് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് സ്വീകാര്യതയിൽ മോഹൻലാൽ മറ്റെല്ലാവരെയും ഒരുപാട് പിന്നിലാക്കുന്നത്. ഷൺമുഖനായാലും സിനിമയായാലും ആദ്യ പകുതി ഒരു സ്വഭാവത്തിൽ ഉള്ളതും രണ്ടാം പകുതി മറ്റൊരു സ്വഭാവവുമാണ്. വളരെ ലാളിത്യം നിറഞ്ഞ ആദ്യ പകുതി ചെയ്യാൻ കഴിയുന്ന നടന്മാർ ഒരു പരിധിവരെ ഇവിടെയുണ്ട്. കുടുംബനായകനാകാനും വളരെയധികം സരസമായി പെരുമാറാനും കഴിയുന്ന നായക നടന്മാരാണ് ദിലീപും ജയറാമും ഒക്കെ. അവരെ കൊണ്ട് ആദ്യ പകുതി ഒരു പരിധിവരെ നടക്കും. പക്ഷേ രണ്ടാം പകുതി ആലോചിക്കാൻ തന്നെ കഴിയില്ല. അവർ ചെയ്താൽ ഒട്ടും വർക്കാകുകയും ഇല്ല. രണ്ടാം പകുതിയിലെ പരിപാടികൾ പെർഫെക്റ്റ് ആയി ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ ഇല്ല. ഇനി മമ്മൂക്കയോ പൃഥ്വിയോ ഒക്കെ ഏൽപ്പിച്ചാൽ തന്നെ ആദ്യ പകുതി അവർ ചെയ്യുന്നത് നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള തുടരും മറ്റൊരു അഭിനേതാവിന് ചെയ്യാൻ കഴിയുന്ന ഒരു സിനിമയായി ചിന്തിക്കാൻ കഴിയില്ല. മോഹൻലാലിനെ സംബന്ധിച്ച് ഷൺമുഖൻ ഒരു വെല്ലുവിളിയല്ല. ഷൺമുഖനാകാൻ അയാൾക്ക് അത്ര പാടുമില്ല. അത് പക്ഷേ മോഹൻലാൽ ആയതുകൊണ്ടാണ്. പ്രേക്ഷകരുമായി എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാൻ മോഹൻലാലിന്റെ അഭിനയത്തിന് കഴിയും. പ്രത്യേകിച്ച് കോമൺ മാൻ റോളിലാണ് അദ്ദേഹമെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്. ദൃശ്യത്തിൽ ജോർജ് കുട്ടി കുടുംബത്തിന് വേണ്ടി സിസ്റ്റത്തിനെതിരെ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അയാളുടെ കുടുംബത്തിന്റെയും കൂടെയാണ്. അത് അയാളും കുടുംബവും ദൃശ്യത്തിന്റെ ആദ്യ പകുതി പിന്നിടുമ്പോൾ തന്നെ നമ്മുടെ ആൾക്കാരായി മാറിയതുകൊണ്ടാണ്. ഇവിടെ അതേപോലെ ഷൺമുഖനും കുടുംബവും നമ്മുടെ ആൾക്കാരാണ്. ബാക്കി അങ്ങോട്ട് ഇനി എന്തെല്ലാമായാലും നമ്മൾ അവരുടെ കൂടെയാണ്. അയാളുടെ സങ്കടം നമ്മുടെയാണ്. അയാളുടെ പ്രതികാരം നമ്മുടേതാണ്. അയാളുടെ പ്രവൃത്തികൾക്ക് നമ്മൾ കൈയടിക്കും. അപ്പുറത്ത് നിൽക്കുന്നത് എന്താണേലും ആരാണേലും നമുക്ക് വിഷയമല്ല. അവിടെയാണ് മോഹൻലാൽ ബോക്സ് ഓഫീസിൽ തീപ്പന്തമായി ആളുന്നത്. ജിതേഷ് പറഞ്ഞ ഈ വാക്കുകൾ വളരെ ശ്രദ്ധ നേടുന്ന ഒരു കാര്യമാണ്. ഈ അവസരത്തിൽ ഈ ഒരു മോഹൻലാലിനെയാണ് എല്ലാവരും മിസ് ചെയ്തത് എന്ന് അവർ തന്നെ പറയുമ്പോൾ അത് ബോക്സ് ഓഫീസിലും വ്യക്തമാണ്. ബോക്സ് ഓഫീസിൽ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ ഞായറാഴ്ച മാത്രം 1000-ന് മുകളിലുള്ള ഹൗസ്ഫുൾ ഷോകളാണ് ഓരോ സ്ഥലങ്ങളിലും നടന്നിരിക്കുന്നത്. തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എല്ലായിടത്തും മികച്ച രീതിയിലുള്ള ഹൗസ്ഫുൾ ഷോകൾ. ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു തുടരുമെന്ന ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തിയത്. ആദ്യ ദിനത്തെ കളക്ഷനെ പോലും മറികടക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇന്ന് തിങ്കളാഴ്ച ദിവസം തുടരുമെന്ന ചിത്രത്തിന് ലഭിക്കുന്നത് എന്നുകൂടി ട്രാക്കർമാർ പറഞ്ഞു വെക്കുന്നു. ഒരു 12 മണി വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ വെള്ളിയാഴ്ച കിട്ടിയ കണക്കുകളെക്കാളും മുകളിലാണ് തിങ്കളാഴ്ച കിട്ടുന്ന കണക്കുകൾ. തുടരും ഞായറാഴ്ച നേടിയിരിക്കുന്നത് 8.2
80 കോടിയാണ്. അതും കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം എല്ലാ ദിവസത്തെക്കാളും ഏറ്റവും കൂടിയ സംഖ്യയിലേക്ക് എത്തി. ഇനി ഇന്ന് എത്ര കിട്ടും? അതാണ് പ്രേക്ഷകർ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത്. ഓരോ പ്രേക്ഷകനും ഉറപ്പിച്ചു കഴിഞ്ഞു ഇൻഡസ്ട്രി ഹിറ്റ് തുടരുമെന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടും എന്നത് അവർ ഉറപ്പിക്കുകയാണ്. കാരണം മോഹൻലാൽ എന്ന താരത്തിന്റെ സ്ലീപ്പർ സെൽ ആരാധകർ എല്ലാവരും തിയേറ്ററിന് മുന്നിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് കാണാൻ കഴിയുന്നത്. പ്രായമായ ആ അമ്മാമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ തിയേറ്ററിന് മുന്നിൽ നിന്ന് തന്റെ മോഹൻലാലിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ സ്ലീപ്പർ സെൽ ആണ് എത്തിയിരിക്കുന്നത് എന്ന്. ഇങ്ങനെയൊന്ന് വരുമോ എന്ന് നമ്മൾ തന്നെ കാത്തിരുന്ന പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും അവരൊക്കെ ആ മോഹൻലാൽ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇതായിരുന്നു അവർക്ക് വേണ്ടിയിരുന്ന സിനിമയെന്നും 100% ഒക്യുപ്പൻസിയിലൊക്കെ സിനിമ മുന്നേറുന്നു എന്ന് പറയുന്നത് വെറുതെ ഒരു പറച്ചിലല്ല. അത് തന്നെയാണ് എക്സാക്ട്ലി കേരള ബോക്സ് ഓഫീസിൽ നടക്കുന്നത്. 2000+ ഷോകളുടെ ട്രാക്കിംഗ് റിപ്പോർട്ടുകളാണ് പല ട്രാക്കർമാരും എടുത്തത്. അതിൽ തന്നെ 1000-ന് മുകളിലുള്ള ഹൗസ്ഫുൾ ഷോകളുടെ റിപ്പോർട്ടുകളാണ് അവർക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ചതും. 100% ഒക്യുപ്പൻസി. അതിനൊപ്പം തന്നെയാണ് വേൾഡ് വൈഡിൽ 75 കോടി തുടരുമെന്ന ചിത്രം മറികടന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നത്. മോഹൻലാലിന്റെ 5ാമത്തെ 75 കോടി പടമായി തുടരുമെന്ന ചിത്രം മാറിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പുലിമുരുകൻ, ലൂസിഫർ, നേര്, എമ്പുരാൻ തുടരും. ഉടൻ തന്നെ ചിത്രം 100 കോടിയിലേക്ക് എത്തുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം വെറും 5 ദിവസം കൊണ്ട് തുടരുമെന്ന ചിത്രം 100 കോടി മറികടക്കുമെന്നാണ് പല ട്രാക്കർമാരും പ്രവചിച്ചിരിക്കുന്നത്. ഇപ്പോഴും ബുക്ക് മൈ ഷോ എടുത്തു നോക്കിയാൽ ഓരോ മണിക്കൂറിലും 15Kക്ക് മുകളിലുള്ള ടിക്കറ്റുകൾ തുടരുമെന്ന ചിത്രം വിറ്റുകൊണ്ടിരിക്കുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസം 3 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് സെയിൽ ചെയ്തത് എന്ന റിപ്പോർട്ടുകളും കാണാവുന്നതാണ്.